ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഈ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചുകൊണ്ട് 1/2 ഇഞ്ചിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നെക്കിന് ചുറ്റിലും പിൻ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഫ്രണ്ടും ബാക്കും നമുക്ക് നെക്ക് അടിച്ചെടുക്കാം. ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കിൽ ലൈനിങ്ങിൽ മാത്രം പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ തയ്ച്ച് കംപ്ലീറ്റ് ചെയ്യുക. പിന്നീട് ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശത്തായി ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി റൗണ്ടിൽ കൊടുക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് നെക്ക് നല്ല രീതിയിൽ ഫിനിഷായി കിട്ടുക. നെക്സ്റ്റ് നമുക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ ലൈനിങ്ങുമായിട്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷിഫോൺ പോലത്തെ ക്ലോത്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നീങ്ങാണ്ട് നമുക്ക് നല്ല രീതിയിൽ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കിട്ടുന്നതായിരിക്കും. ഇനി ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഈ കാണുന്ന രീതിയിൽ ഫേസ് ടു ഫേസ് വെച്ചുകൊണ്ട് ബാക്ക് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് ഫ്രണ്ടിനെ കവർ ചെയ്തുകൊണ്ട് ഷോൾഡർ അറേഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് ബോഡി പാർട്ട് ചെയ്ത പോലെ ബാക്ക് പാർട്ടിലും ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിലും ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശം മുകളിൽ വരുന്ന വിധത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ലൈനിങ് വെക്കുന്നില്ലെങ്കിൽ അതുപോലെ വെച്ചാലും മതിയാകും. അങ്ങനെ ഞാനിവിടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതേപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അതിനുശേഷം നമുക്ക് സ്ലീവ് ബോഡി പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കാം. അത് ഓൾറെഡി നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലും പ്ലീറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പ്ലീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഞാൻ എ ലൈനായിട്ടാണ് ലൈനിങ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആ പീസ് നമ്മൾ പ്ലീറ്റ് ഇട്ടതിന് മുകളിലായിട്ട് വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം രീതിയിൽ മറ്റേ ഭാഗത്തും ചെയ്യുക. ഫ്രണ്ടിലാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക് പീസിൽ ഇതേപോലെ ഒന്ന് ലൈനിങ് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെയായിട്ട് 1/2 ഇഞ്ചിൽ മടക്കി അടിക്കുക. നമ്മളവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ നിന്ന് മുകളിലോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കലെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ കൈൻ്റെ വണ്ണം മെഷർ ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് ആ പോയിന്റിൽ എത്തുന്നവരെയുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് സൈഡുകൾ ജോയിൻ ചെയ്തെടുക്കുക. നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് കഴിഞ്ഞിട്ട് ഒരു 2-2.5 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് ലോക്ക് ചെയ്ത് എടുക്കാം. ഇതുപോലെ മറുവശവും ഇതുപോലെ തന്നെ ലോക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നല്ല ക്ലോത്ത് ഒരുമിച്ച് വെച്ചുകൊണ്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ലൈനിങ്ങിൻ്റെ ക്ലോത്തുകൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്ലീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഷേപ്പിലേക്ക് കൂടി വേസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ കാണിച്ച ആ പോയിൻ്റ് വരെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ലൈനിങ് മുകളിലാക്കി മെയിൻ ക്ലോത്ത് മാത്രം ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ നല്ല ക്ലോത്ത് ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് അതിൽ സ്റ്റിച്ച് കൊള്ളാത്ത വിധത്തിൽ ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴെ മടക്കി അടിക്കാം. അതിനുശേഷം മെയിൻ ക്ലോത്തിൻ്റെ താഴെയും മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് കംപ്ലീറ്റ് ആയി.